എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അതിനു മുമ്പേ ഒരു കാര്യം പറയട്ടെ. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ എനിക്ക് തന്ന ഒരു ഹ്യൂജ് സപ്പോർട്ട് ഉണ്ടല്ലോ, അതിന് വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും വലിയ പ്രതീക്ഷയൊന്നും ഞാൻ വെക്കാറില്ല. അതുപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ വീഡിയോയും. പക്ഷെ എൻ്റെ പ്രതീക്ഷകൾക്കൊക്കെ അപ്പുറത്തേക്ക് ചില കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ജഡ്ജ് ചെയ്ത് വെച്ചിരുന്നു. ഈ വീഡിയോ അപ്ലോഡ് ചെയ്താൽ ചിലപ്പോൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഹ്യൂജ് സപ്പോർട്ട്, പിന്നെ അതിൽ വന്ന കോമൻസ് ഒക്കെ ഞാൻ വിചാരിച്ചതിനൊക്കെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വലിയൊരു നന്ദി കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഈ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് വരുന്ന കോമൻസ്, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടമല്ലാത്തവർ കോമൻസ് ഇടുന്നതും വളരെ സ്നേഹത്തോടാണ്. ഞാനതിങ്ങനെ എപ്പോഴും അത് നോക്കാറുണ്ട് കേട്ടോ. നെഗറ്റീവായിട്ട് കോമൻസ് ഇടുന്നവരുടെ ആ ഒരു കോമൻറ്റിലും ഭയങ്കര ഒരു സ്നേഹം. ചേച്ചി ഇങ്ങനെ ചിന്തിച്ച് നോക്കിയേ, അങ്ങനെ ചെയ്തത് ശരിയായോ അവർ, ഇങ്ങനെയൊക്കെയാണ് നെഗറ്റീവ് കോമൻസ് വരുന്നത്. അപ്പം നെഗറ്റീവ് കോമൻസിനും പോസിറ്റീവ് കോമൻസിനും ഒക്കെ ഒരുപാട് നന്ദി. ശരിക്കും ഈ രണ്ട് വിഭാഗത്തിലുള്ള കോമൻസ് വായിക്കുമ്പോഴും എനിക്ക് വളരെയധികം ഇഷ്ടം തോന്നാറുണ്ട് കേട്ടോ. അപ്പം കഴിഞ്ഞ വീഡിയോയിലും എല്ലാ വീഡിയോയിലും ഒക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട്, കണ്ട് സപ്പോർട്ട് ചെയ്തവർ. അവർക്കൊക്കെ ഒത്തിരി നന്ദി. ബിഗ് ബോസ് സീസൺ 6 തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയും എല്ലാ ആളുകൾക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരാളെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നത് ജിൻഡോ. ഒരുപാടൊന്നും എനിക്ക് സംസാരിക്കാനില്ല കേട്ടോ. ജിൻഡോ കപ്പ് കൊണ്ടുവരും എന്നുള്ള കാര്യം തുടക്കം മുതൽ ഇന്ന് വരെ നമ്മൾ കേൾക്കുന്നുണ്ട്. ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിക്ക് കിട്ടുന്ന ഒരു ഫാൻ ബേസ് ഉണ്ട്, ഒരു ഫാൻ പവർ ഭയങ്കര വലുതാണ്. സത്യം പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇത്ര ഫാൻസ്? അത് കൊച്ചുകുട്ടികൾ മുതൽ അങ്ങ് മുതിർന്ന ആൾക്കാർ വരെ ജിൻഡോയുടെ ഫാൻസ് ആണ്, എസ്പെഷ്യലി അമ്മമാരൊക്കെ. എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഒരു 100 ദിവസം ഒരാൾ ഒരു ഷോയിൽ നിൽക്കുന്നു, അയാളുടെ മുഴുവൻ ക്യാരക്ടറൊന്നും നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും TV-യിലൂടെയും ഹോട്ട്സ്റ്റാറിലൂടെയും ഒക്കെ കാണുന്നതിന്റെ ഒരു രീതി വെച്ചിട്ട് ഞാൻ പറയാണ്, പുള്ളിക്കാരൻ ഒരു നിഷ്കളങ്കതയുണ്ട്. അതിനപ്പുറം നാക്കെടുത്ത കള്ളം മാത്രമേ പറയത്തുള്ളൂ. ആ കള്ളത്തരം പോലും നമുക്ക് ഇഷ്ടമാകുന്ന രീതിയിലാണ് പുള്ളി പറയുന്നത്. ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും പുള്ളി ഇങ്ങനെ സ്ക്രിപ്റ്റഡ് ആയിട്ട് ആലോചിച്ചു കൂട്ടി. അല്ല, പുള്ളി ഉള്ളിൽ നിന്ന് അറിയാതെ പറയുന്നതാണ് ഈ കള്ളങ്ങൾ. പക്ഷെ അവിടെ നിൽക്കുന്ന പലരും, ഇപ്പൊ നമ്മളാണെങ്കിൽ കൂടി എന്തെങ്കിലും കള്ളം ഉണ്ടെങ്കിൽ അത് സത്യമാകുന്ന രീതിയിൽ തന്മയത്വത്തോടു കൂടിയൊക്കെ പറയുമല്ലേ. പുള്ളിയെ സംബന്ധിച്ച് പുള്ളി അങ്ങനെ ഒരു ഫിൽട്ടർ ഒന്നും ഇല്ലാതെ മനസ്സിൽ തോന്നുന്ന കള്ളം അങ്ങനെ തന്നെ പറയുന്നു. ആ ഒരു നിഷ്കളങ്കത്വമാണ് പുള്ളിക്ക് ഇത്രയധികം ഫാൻ ബേസ് അല്ലെങ്കിൽ ഫാൻ പവർ ഉണ്ടാക്കി കൊടുത്തതെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. നാവിൽ കൂടെ കള്ളം വരുന്നുണ്ട്, പ്രവൃത്തിയിൽ കള്ളത്തിനും വളരെ കുറവാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ആദ്യത്തെ ഒരു മാസമൊക്കെ പുള്ളിയെ ഭയങ്കര ടാർഗറ്റ് ചെയ്ത് കോർണർ ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു അവിടെയുള്ള മുഴുവൻ ആളുകളും അല്ലെ. പുറത്തുള്ള ആളുകളും അകത്തുള്ള ആളുകളും ഒക്കെ മണ്ടൻ എന്നൊക്കെ വിളിക്കുമായിരുന്നു. ജിൻഡോയുടെ ഭാഗത്ത് നിന്ന് ഒറ്റപ്പെടാൻ ഇദ്ദേഹം എഫേർട്ട് ഇടുന്നതായിട്ടൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. ഇനിയിപ്പോ ശ്രീ മോഹൻലാലിന്റെ എപ്പിസോഡുകളിലാണെങ്കിലും പുള്ളിയുടെ വായിൽ വരുന്ന കള്ളം ശ്രീ മോഹൻലാലിന്റെ മുഖത്ത് നോക്കി അങ്ങ് പറയാ. എനിക്ക് തോന്നുന്നു ബാക്കി കോണ്ടസ്റ്റൻസ് ഒക്കെ ശ്രീ മോഹൻലാലിന്റെ മുഖത്ത് നോക്കി കള്ളമൊക്കെ പറയാൻ പറ്റാത്തത് കൊണ്ട് പമ്മിയിരിക്കുകയും മിണ്ടാണ്ടിരിക്കുകയും വിറങ്ങലിച്ച് നിൽക്കുകയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ പുള്ളിക്ക് തോന്നുന്ന കാര്യം പുള്ളി അപ്പൊ അങ്ങ് പറയുകയാണ് ചെയ്യുന്നത്. എന്റെ കണ്ണാടി ബോസ് കൊണ്ടുപോയി ലാലേട്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതൊക്കെ എത്രത്തോളം യാഥാർത്ഥ്യം ഉണ്ടെന്നൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലായി. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് സ്പെക്സ് കൊടുക്കുകയും ഒരു 10 മിനിറ്റ് മാത്രം പുള്ളി അത് കണ്ണിൽ വെച്ചിട്ട് ബാക്കി സമയം പോക്കറ്റിൽ ഇടുകയാണ് ചെയ്തത്. അപ്പോ അതിലൊക്കെ എത്ര യാഥാർത്ഥ്യം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇതിന്റെയൊക്കെ ഇടയിൽ പുള്ളിക്ക് എവിടെയോ ഒരു നിഷ്കളങ്കത്വമുണ്ട്. അതുകൊണ്ടാണ് പുള്ളിക്ക് ഇത്രമാത്രം ഫാൻ ബേസ് ഉള്ളത് കേട്ടോ. അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ജിൻഡോ ആണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും അർജുൻ ആണെങ്കിലും ഫിനാലെ വിന്നർ, ടൈറ്റിൽ വിന്നർ, കപ്പ് കൊണ്ടുവരുന്നതെങ്കിൽ ഈ ഒരു സീസണിന്റെ പ്രത്യേകത വെച്ചിട്ട് പുറത്തുള്ള ആരും ഈ ഒരു മത്സരാർത്ഥികളെയും അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ഇനി ജിൻഡോ ആണ് കപ്പ് കിട്ടുന്നതെങ്കിൽ ഒരു കൂട്ടം ആളുകൾ പറയും എന്ത് യോഗ്യതയാണ് ജിൻഡോയ്ക്കുള്ളത്, കള്ളം മാത്രമേ പറയുകയുള്ളൂ. ഇനി ജാസ്മിൻ ആണ് കപ്പ് കൊണ്ടുവരുന്നെങ്കിൽ ജാസ്മിന് കിട്ടാൻ പോകുന്ന ബുള്ളിങ്ങിനെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലെ. ഇനി അർജുനാണ് കപ്പ് കൊണ്ടുവരുന്നെങ്കിൽ എന്ത് ചെയ്തിട്ട് അർജുന് കപ്പ് കിട്ടേണ്ട കാര്യം? കൊള്ളില്ലായിരുന്നു, ഈ സീസൺ കൊള്ളില്ലായിരുന്നു. പക്ഷെ നിങ്ങളൊക്കെ ഒരു കാര്യം ഓർക്കുക, ഓരോ സീസണിലെയും ഓരോ മത്സരാർത്ഥികളും എക്സാക്ട്ലി ബിഗ് ബോസ് മെറ്റീരിയൽസ് തന്നെ ആയിത്തീരും എന്നുള്ളതാണ് വാസ്തവം കേട്ടോ. അപ്പം അർജുൻ ആണെങ്കിലും ജിൻഡോ ആണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും നോറയാണെങ്കിലും അവർക്ക് അർഹതപ്പെട്ട രീതിയിൽ അവർ ഗെയിം കളിക്കുന്നുണ്ട്. അവർക്ക് അർഹതപ്പെട്ട കപ്പായിരിക്കും അവരുടെ കയ്യിൽ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.